Hello friends, welcome back to Asha's Creations. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന പാൽ കൊഴുക്കട്ടയാണ് ഇന്നത്തെ റെസിപ്പി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ വയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം വേണം പൊടി ഇട്ട് കൊടുക്കാൻ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മൂടി അടച്ച് വയ്ക്കാം. ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മൂടി അടച്ച് വയ്ക്കുകയാണെങ്കിൽ ഈ പൊടി കുറച്ചൊന്ന് വേവുകയും ചെയ്യും. അതുപോലെ ഇത് നമുക്ക് കുഴച്ചെടുക്കാൻ നേരത്ത് നല്ല എളുപ്പത്തിൽ തന്നെ കുഴച്ചെടുക്കാനും പറ്റും. പിന്നെ ഇതിൻ്റെ കുറച്ച് ചൂട് കുറയുന്നത് കൊണ്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കൈയൊന്നും അധികം ചൂടൊന്നും ഏൽക്കാതെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇത് കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കയ്യിൽ തടവുകയാണെങ്കിൽ അധികം ചൂടൊന്നും നമ്മുടെ കയ്യിലോട്ട് ഏൽക്കില്ല. ഒരു കൗണ്ടർ ടോപ്പിലിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഇങ്ങനെ നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ റെഡിയാക്കി എടുക്കുക. ഗ്രൈൻഡറിലും ഫുഡ് പ്രോസസ്സറിലും ഒക്കെയുള്ള ഡോ നീഡർ ഉപയോഗിച്ചും ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. ഇതങ്ങനെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉരുളകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു 1/4 കപ്പ് അരിപ്പൊടി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉരുളകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി കുഞ്ഞു കുഞ്ഞു ഉരുളകൾ ഉണ്ടാക്കിയെടുക്കാം. കഴിവതും എല്ലാ ഉരുളകളും ഒരേ സൈസിലുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് വേവുന്ന സമയത്ത് എല്ലാം ഒരുപോലെ ചിലപ്പോൾ വെന്ത് വന്നുകൊള്ളണമെന്നില്ല. അതുപോലെ നിങ്ങളിത് ഈ ഉരുളകൾ ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തുക. അപ്പോൾ അങ്ങനെ എല്ലാ ഉരുളകളും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് തേങ്ങാപ്പാലും പഞ്ചസാരയും അതുപോലെ ഏലക്കാപ്പൊടിയും കൂടി ആവശ്യമായിട്ടുള്ളതുണ്ട്. ഈ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ലിറ്റർ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 4 കപ്പ് തേങ്ങാപ്പാലാണ്. ഇനി ഇത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഉണ്ടാക്കിയെടുത്ത് വെച്ച ഉരുളകൾ ഇട്ട് കൊടുക്കണം. ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം വേണം ഉരുളകൾ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് ദേഹത്തേക്ക് തെറിക്കും. തേങ്ങാപ്പാൽ നല്ലപോലെ തിളച്ചതിന് ശേഷം വേണം ഈ ബോൾസ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഈ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഉരുളകൾ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി എടുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടിയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഒഴിക്കുക. അതുപോലെ 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കുക. എന്നിട്ടിത് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. 1/4 പാൽ ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉരുളകൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി എടുത്ത അരിപ്പൊടി ബാലൻസ് ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത് അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് ഇതുപോലെ വേവിച്ചെടുക്കുക. എങ്കിലേ ഒരു ക്രീമി ടെക്സ്ചർ ഇതിന് ലഭിക്കുകയുള്ളൂ. അതുപോലെ പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൗജന്യമായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ പാൽ കൊഴുക്കട്ട ചൂടോടുകൂടി കഴിക്കുന്നതാണ് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.